എല്ലാവർക്കും അവധിയായോണ്ടെന്ന് ഏട്ടന്റെ വീട്ടിൽ കൂടാന്ന് കരുതി പീലി അങ്ങോട്ടാക്കിയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോണ്ടടാ ഇവിടെ ഒരാളെ വെയിലത്ത് ഉണക്കാനിട്ടേക്കുന്നു. പാവം കോഴി. അടുത്തത് നാടനോ ബ്രോയിലറോ എന്നുള്ള ചിന്തയിൽ ഒഴുകിയുള്ള ഇരിപ്പാണിത്. എന്തായാലും ഞാൻ കുറച്ച് ചിക്കനും വാങ്ങിച്ചോണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ നമ്മുടെ കൊല്ലം സ്റ്റൈൽ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പൊക്കെ ചൂടാക്കി അലവാക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ ചിക്കനൊക്കെ വൃത്തിയാക്കി മസാല വെച്ച് കുക്കറിനകത്തോട്ട് വേവിക്കാൻ വെച്ചു. അത് പിന്നെ ചിക്കന്റെ മീനിന്റെ ഒന്നും ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ലല്ലോ. എനിക്കിങ്ങനെ ഫ്രിഡ്ജ് അരിച്ചു വറക്കുന്നതിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തടയും, പക്ഷെ ഇന്ന് ഒന്നും തടങ്ങില്ല. പകരം തോരൻ വെക്കാൻ വേണ്ടിട്ട് കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും കിട്ടി. പിന്നെ ചോപ്പറിനകത്തിട്ട് അതും അരിഞ്ഞെടുത്ത് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി നമ്മുടെ ചിക്കൻ കറി സെറ്റാക്കി കൂട്ടത്തിലാവുമ്പോ പരിപ്പ് കറിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. പീലിയാണെങ്കിൽ ഈ സമയം കൊണ്ട് ഏട്ടന്റെ മുഖത്തൊരു താജ്മഹൽ തന്നെ പണിഞ്ഞു. അപ്പോഴേ ഇതിനിടയ്ക്ക് നമ്മുടെ ഓണം ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഒന്നല്ല രണ്ടല്ല 5 പേർക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിനകത്ത് 3 മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ 2 സാരി, ദാവണി സെറ്റ്, ജ്വല്ലറി സെറ്റ്, ഇത് ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടോളൂ. അപ്പൊ ഓക്കെ, ബൈ.